മറിയം ബീവി വീണ്ടും ഇബാദത്തിൽ കൂടുതൽ വ്യാമുഖയാകുന്നു, ഇബാദത്തിൽ കൂടുതൽ വ്യാപൃതയാകുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു മറിയമിന്റെ 16-ാമത്തെ ആയത്ത് തൊട്ട് അല്ലാഹു വിളിക്കുകയാണ്, വൽകുർ ഫിൽ കിതാബി മറിയം ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ. കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ മുന്നിൽ കൂടുതൽ അമലുകൾ ചെയ്യുന്നതിന് വേണ്ടി കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രവിശ്യയിലേക്ക് മറിയം ബീവി മാറി താമസിക്കുകയാണ്. അവിടെ അങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയാണ്. ജനങ്ങളിൽ നിന്ന് മുഴുവനും മറ സ്വീകരിച്ചുകൊണ്ട് ആരോടും അധികം സംസാരിക്കാതെ മറിയം ബീവി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന സമയം, കഴിഞ്ഞുകൂടുന്ന കാലം, അല്ലാഹു അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തികഞ്ഞ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മറിയം ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. മറിയം ബീവിയുടെ മറ്റാരും കടന്നു വരാത്ത മിഹ്റാബിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. പേടിച്ചു പോയ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, നീ സൂക്ഷ്മത പാലിക്കുന്നവനാണെങ്കിൽ, അല്ലാഹുവിനെ ഭയക്കുന്നവനാണെങ്കിൽ, പരമകാരുണികനിൽ ഞാനിതാ നിന്നെ തൊട്ട് അഭയം തേടുകയാണ്. ഖാൽ ജിബ്രീൽ പറയുന്നു, ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലക ഗുലാമൻ സകിയ. പെണ്ണെ, ഞാൻ നിന്നിലേക്ക് വന്നത് നിന്നെ ഉപദ്രവിക്കാനും പ്രയാസപ്പെടുത്താനുമല്ല, മറിച്ച് അന റസൂലു റബ്ബിക്, ഞാൻ നിന്റെ രക്ഷിതാവിന്റെ ദൂതനാണ്. ലിഅഹബ ലക ഗുലാമൻ സകിയ, നിനക്ക് ജനിക്കാൻ പോകുന്ന പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വിവരം നിനക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നിലേക്ക് വന്നത്. ഖാലത്, മറിയം ബീവി ചോദിക്കുകയാണ്, അന്നാ യകൂനു ലീ ഗുലാം, എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാകുക? വലം യംസസ്നി ബശർ, എന്നെ ഒരു പുരുഷനും ഇതുവരെ സ്പർശിച്ചിട്ടില്ലല്ലോ. വലം അകു ബഗിയ, ഞാൻ വഴികേടിലായി സഞ്ചരിച്ചിട്ടുമില്ല. ഖാൽ ജിബ്രീൽ പറയുകയാണ്, കദാലിക, പ്രകാരമാണ് കാര്യം. ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ, നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ പ്രയാസം കുറഞ്ഞ കാര്യമാണ്, എത്രയോ നിസ്സാരമായ കാര്യമാണ്. വലിനജാലഹു ആയതൻ ലിന്നാസി വറഹ്മതൻ മിന്നാ, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തവുമായി കൊണ്ട്, ജനങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായി കൊണ്ട് ആ കുഞ്ഞ് ജനിക്കുക തന്നെ ചെയ്യുന്നതാണ്. വകാന അംറൻ ഖദിയ, ഈ കാര്യം തീരുമാനിക്കപ്പെട്ടതാകുന്നു, ഇതിൽ യാതൊരു മാറ്റവുമില്ല. ഫഹമലത്ഹു ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, അങ്ങനെ മറിയം ബീവി ഗർഭം ധരിക്കുകയാണ്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭം ധരിക്കുന്നു. ഫൻതബദത് ബിഹി മകാനൻ ഖസിയ, വിദൂരമായ ഒരു പ്രദേശത്തേക്ക് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം മാറി താമസിക്കാൻ. എന്തിനാണ് അങ്ങനെ മാറി താമസിക്കുന്നത്? എന്താണ് അതിന്റെ ആവശ്യം? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, തറവാടിയായ ഒരു പെണ്ണ്, സൗന്ദര്യമുള്ള ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിന് ഒരു ഗർഭമുണ്ടായി കഴിഞ്ഞാൽ, വിവാഹത്തിന്റെ മുന്നേ ആണെങ്കിൽ ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞു വരുത്ത, ഏത് രീതിയിലാണ് ആ പെൺകുട്ടി അപഹസിക്കുക, എന്തൊക്കെ കുത്തുവാക്കുകളാണ് ആ പെണ്ണിനെ കുറിച്ച് പറയുക, അതേ അവസ്ഥ മറിയം ബീവിക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ ഗർഭം മറച്ചു വെക്കുന്നതിന് വേണ്ടി, ആ അപഹാസങ്ങളും പരിഹാസങ്ങളും കഴിയാതെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്ക് ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ്. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സാന്ത്വനത്തിന്റെയും സമാധാനത്തിന്റെയും താങ്ങിന്റെയും തണലിന്റെയും ആവശ്യം വരുന്നത് അവൾ ഗർഭിണിയായിരിക്കുമ്പോഴാണ്. കാരണം ശരീരം അവശമാകും, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോഷകങ്ങൾ മുഴുവൻ കുട്ടി വലിച്ചെടുക്കാൻ മാനസികമായി പല പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വസ്തു താഴേക്ക് വീണുപോയാൽ അത് കുനിഞ്ഞൊന്ന് എടുക്കാൻ വേണ്ടി പോലും ആളുകളുടെ സഹായം ആവശ്യമായി വരുന്ന അവസ്ഥ, ഉദ്ദേശിച്ചതുപോലെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്ത അവസ്ഥ, എല്ലാം താറുമാറായി പോകുന്ന അവസ്ഥയാണ് ഒരു പെണ്ണിന്റെ ഗർഭകാലം. ആ ഗർഭകാലത്തിൽ ആ പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവിന്റെ സാമീപ്യമാണ്, തന്റെ ഭർത്താവിന്റെ സാന്ത്വനമാണ്, അല്ലെങ്കിൽ തന്റെ ഉമ്മയുടെയും വാപ്പയുടെയും പരിചരണമാണ്, സാന്ത്വനമാണ്, പരിഗണനയാണ്. ആ പരിഗണനയൊന്നും ലഭിക്കാതെ, ആ പരിഗണനയൊന്നുമില്ലാതെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? ഒറ്റക്കൊരു സ്ഥലത്ത് ആരും കാണാതെ മാറി താമസിക്കുന്നു. അവസാനം 9 മാസവും ചില്ലറ ദിവസം കഴിഞ്ഞപ്പോ ആ ദിവസം വരികയാണ്, പ്രസവ വേദന വരികയാണ്. ആ വേദന വരുന്ന സമയത്ത് ഖുർആൻ പറയുന്നു, അങ്ങനെ ആ വേദന കൊണ്ട് മിഹ്റാബിൽ ഇരിക്കാൻ കഴിയാതെ മറിയം ബീവി അതാ ഇറങ്ങി നടന്നു പോകുകയാണ്. അറിയാതെ നടക്കുന്ന സമയം അവരതാ ഒരു ഈത്തപ്പഴത്തിന്റെ അടുത്തെത്തുകയാണ്, ഈന്തപ്പനയുടെ അടുത്തെത്തുകയാണ്. കാലത്ത് അവർ പറയുന്നു, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസ്യം
മൻസിയാ. അല്ലാഹുവേ, ഞാൻ ഇതിന്റെ മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥ. വകുന്തു നസിയം മൻസിയാ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എല്ലാവരും മറന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് മറിയം ബീവി ദുഃഖത്തിന്റെ നിരാശയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞു പോകുകയാണ്. ഫനാദാഹാ മിൻ തഹ്തിഹാ, അപ്പോഴതാ ആ ഈത്തപ്പഴത്തോട്ടത്തിന്റെ താഴെ നിന്നവർ അവർ വിളിക്കപ്പെടുകയാണ്. അല്ലാ തഹ്സനീ, മറിയമേ നീ ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ, നിന്റെ കീഴിൽ ജനിച്ചു വീഴാൻ പോകുന്നത്, നിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴാൻ പോകുന്നത് ഒരു വലിയ മഹാനായ മനുഷ്യനാണ്. വഹുസ്സി ഇലൈകി ബിജിദിഇൻ നഖ്ല തുസാഖിത് അലൈക റുതബൻ ജനിയ, സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, വിശപ്പടങ്ങുന്നതിന് വേണ്ടി, ഹൃദയത്തിൽ ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ആ ഈന്തപ്പന നീ നിന്നിലേക്ക് അടുപ്പിക്കുക. അത് നിനക്ക് ശുദ്ധമായ ഈത്തപ്പഴം ഒഴിച്ചു തരും. അത് നീ കഴിക്കുക. നിന്റെ അരികിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് നീ വെള്ളം കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക. ഫകുലി വഷ്റബി വഖർരി ഐനാ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദാ, എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ കാണുകയാണെങ്കിൽ, ആരെങ്കിലും നീ കാണുകയാണെങ്കിൽ, ഫഖൂലി, അവരോട് പറയുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ ഇന്നേ ദിവസം പരമകാരുണികനായ റബ്ബിന് വേണ്ടി ഒരു നേർച്ച നോമ്പ് നോറ്റിരിക്കുകയാണ്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ, അതുകൊണ്ട് ഇന്നേ ദിവസം മനുഷ്യരോടൊന്നും ഞാൻ സംസാരിക്കുന്നതല്ലേ എന്ന് ആംഗ്യ ഭാഷയിൽ അവരോട് പറയുകയും ചെയ്യുക. അങ്ങനെ മറിയം ബീവി പ്രസവിക്കുകയാണ്. ആരോരുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, പരിചരിക്കാൻ ആരുമില്ലാതെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ മറിയം ബീവി ഈസാ നബിയെ പ്രസവിക്കുകയാണ്. ഫഅതത് ബിഹി ഖൗമഹാ തഹ്മിലു, പ്രസവം കഴിഞ്ഞപ്പോൾ പടച്ചവൻ പറയുന്നു, ആ കുഞ്ഞുമായി നീ നിന്റെ സമൂഹത്തിലേക്ക് പോകുക, നിന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുക, നിന്റെ നാട്ടുകാരുടെ അടുത്തേക്ക് പോകുക. അങ്ങനെ മറിയം ബീവി പോവുകയാണ്. ആ കുഞ്ഞുമായി മറിയം ബീവി വന്നപ്പോ നാട്ടുകാർ മുഴുവനും അതാ ശാപത്തിന്റെയും അപഹാസത്തിന്റെയും പരിഹാസത്തിന്റെയും കുത്തുവാക്കുകളുടെയും ശരവർഷമെയ്യുകയാണ്. ഖാലു, അവർ പറയുന്നു, യാ മറിയം, മറിയമേ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ, വെറുക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ, നിന്റെ ഉപ്പ ഒരു മോശം മനുഷ്യനായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു വഴികെട്ടവളുമായിരുന്നില്ല. ഫഅശാറത് ഇലൈ, ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടപ്പോൾ അവസാനം മറിയം ബീവി അതാ തന്റെ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. തന്റെ കുഞ്ഞിനോട് ചോദിക്കുകയെന്ന മട്ടിൽ മറിയം ബീവി വിരൽ ചൂണ്ടുകയാണ്. ഖാലു, നാട്ടുകാരെ ചോദിക്കുന്നു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ, ഈ തൊട്ടിലിൽ കിടക്കുന്ന ചോരപ്പൈതലിനോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ്, അതിനെന്ത് മനസ്സിലാവാനാണ്, അതെന്ത് പ്രതികരിക്കാനാണെന്ന് ആളുകൾ ചോദിക്കുമ്പോ ആ ജനക്കൂട്ടത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആ ജനസഞ്ചയത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരം അതാ സൂറത്ത് മറിയമിന്റെ 30-ാമത്തെ ആയത്ത് തൊട്ട് അല്ലാഹു വിവരിക്കുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയാ, ഈസാ നബി പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാകുന്നു, അല്ലാഹുവിന്റെ പുത്രനല്ല, അല്ലാഹുവിന്റെ അടിമയാകുന്നു. ആതാനിയൽ കിതാബ്, അവൻ എനിക്ക് ഇഞ്ചീൽ നൽകിയിരിക്കുന്നു, വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു. വജഅലനീ നബിയാ, അവൻ എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. വജഅലനീ മുബാറകൻ, അവൻ എന്നെ അനുഗ്രഹീതനായിരിക്കുന്നു. ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ഞാൻ എവിടെയായിരുന്നാലും നമസ്കാരവും സകാത്തും കൃത്യമായി നിർവഹിക്കാൻ അവൻ എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു. വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയാ, എൻ്റെ ഈ പൊന്നുമ്മയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വസ്സലാമു അലൈഹി, എനിക്ക് സമാധാനം ഉണ്ടായിരിക്കും. യൗമ വുലിത്തു, ഞാൻ ജനിച്ച ദിവസം, വയൗമ അമൂതു, ഞാൻ മരിക്കുന്ന ദിവസം, വയൗമ ഉബഅതു ഹയ്യാ, അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നതാണ്. ദാലിക ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം, ഇതാണ് ഈസ ഇബ്നു മറിയം. ഖൗലുൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ,
അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കുന്ന ഈസ ഇബ്നു മറിയമിന്റെ ചരിത്രമില്ലേ, അത് ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, മാ കാന ലില്ലാഹി അയ്യത്തഖിദ മിൻ വലദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരു കുട്ടിയെ സ്വീകരിക്കുകയില്ല. സുബ്ഹാനഹു, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ. അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ കുൻ എന്ന വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ് അവൻ. വ ഇന്നല്ലാഹ റബ്ബി വ റബ്ബുകും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം. ഈസാ നബി പറഞ്ഞതാണ്, നിശ്ചയം എന്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അല്ലാഹുവാണ്. ഫഅബ്ദൂ, അവനെ നിങ്ങൾ ആരാധിക്കുക എന്നല്ല, ഹാദാ സിറാത്തും മുസ്തഖീം, അവനെ ആരാധിക്കുക എന്നതാണ് ചൊവ്വായ മാർഗം, നേരായ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേരായ മാർഗത്തിൽ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.